നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കേരളശ്ശേരി പഞ്ചായത്തിലെ തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പുതിയ കൺവെൻഷൻ സെന്ററുമായിട്ടാണ്. 16,000 സ്ക്വയർ ഫീറ്റ് 2.5 ഏക്കർ സ്ഥലത്ത് ചെയ്തിട്ടുള്ള ക്ലൗഡ് 7 കൺവെൻഷൻ സെന്റർ എന്ന പുതിയ കൺവെൻഷൻ സെന്ററിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വരൂ. ക്ലൗഡ് 7 കൺവെൻഷൻ സെന്റർ എന്നാണ് പേര്. ഒരു 7ാം സ്വർഗത്തിൽ എത്തിയ പോലെ തന്നെയുള്ള ഒരു ഫീല് നമുക്ക് കിട്ടാൻ എല്ലാ സാധ്യതയുള്ള കൺവെൻഷൻ സെന്ററിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് തന്നെ കണ്ടില്ല, ഒരു പ്രത്യേക തരം ഷേപ്പാണ്. നമ്മൾ മലയാളത്തിൽ റ എന്ന് എഴുതിയ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ മഴവില്ലിന്റെ ഒരു രൂപം, മഴവില്ലിന്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്തിന് തൊട്ട് താഴെ മഴവില്ല് രൂപത്തിൽ നിൽക്കുന്ന ഒരു കൺവെൻഷൻ സെന്റർ എന്നുള്ള രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ലൗഡ് 7 എന്നുള്ള പേര് ഏറ്റവും ഉചിതം എന്ന് തന്നെ പറയാം. നമുക്ക് ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഒരു താമരക്കുളം ഉണ്ട്, നല്ല പച്ചപ്പ്, ഒരു ഫൗണ്ടൻ ഉണ്ട്, ചുറ്റും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഹരിത മനോഹരമായ ഒരു കൺവെൻഷൻ സെന്റർ എന്ന് നിസ്സംശയം പറയാം. ചെടികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് ആണ്. ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ആണ്. 2.5 ഏക്കറാണ് സ്ഥലം. 2.5 ഏക്കർ സ്ഥലത്ത് ചെയ്തിട്ടുള്ള ഈ കൺവെൻഷൻ സെന്ററിൽ പാർക്കിംഗ് സ്പേസ് ആണ് ധാരാളം ഉള്ളത്. ഇപ്പോഴുള്ള കൺവെൻഷൻ സെന്ററിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കിട്ടാൻ പാടുള്ളതും റോഡൊക്കെ ബ്ലോക്കായി കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥിതിവിശേഷം നമുക്കുള്ളതാണ്. 70 കാറെങ്കിലും നിർത്താൻ സൗകര്യമുള്ള 2 പാർക്കിംഗ് ലോട്ട്സ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ കൺവെൻഷൻ സെന്റർ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇത് മുഴുവനായിട്ട് ഡിസൈൻ ചെയ്ത് വിഭാവനം ചെയ്തിട്ടുള്ള ആർട്ട് ഓൺ ആർക്കിടെക്ചർ എന്നുള്ള ആർക്കിടെക്ചറൽ ഫേമിന്റെ അധിപന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് അനൂപ്, ഇത് ശ്രുതി, ഈ കപ്പിൾസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന ഷേപ്പ് അത് ഒരു റാ അല്ലെങ്കിൽ മഴവില്ലിന്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ആ ഫങ്ഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഡ്രസ് അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇത്രയും വലിയ സ്പാനുള്ള റൂഫിൽ നിർത്താം എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു ഓപ്ഷൻ ഡ്രസ് റൂഫാണ്. പിന്നെ ഡൈനിങ് ഹാളും നമ്മുടെ മെയിൻ ഇതുമായിട്ട് മുകളിൽ ഓപ്പൺ ആണ് അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഹോട്ട് എയർ എന്താ കാര്യം സ്റ്റാക്ക് എഫക്ട് എന്ന് പറയും. ഇപ്പോ തണുപ്പുള്ള എയർ ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യണം താഴ്ത്തുന്നത്. പിന്നെ ഹോട്ട് എയർ മുകളിൽ കൂടെ, അതായത് കുറച്ചുകൂടി ലൈറ്റർ ആണ്. അപ്പൊ ഹോട്ട് എയർ എപ്പോഴും മുകളിലേക്ക് പുഷ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ എയർ ഹോളൊക്കെ എപ്പോഴും വിൻഡോസ് റീസൺ അതാണ്. ഇതും ഇവിടെ നമ്മൾ മുകളിൽ ഉള്ള ആ ഹോട്ട് എയറിനുള്ള എസ്കേപ്പ് പ്രൊവിഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ മുകളിൽ റൂഫിനോട് ചേർന്നിട്ട് ഈ ഹോട്ട് എയർ പോയിട്ട് അത് അവിടെ ഇങ്ങനെ ഒരുപാട് ഹോട്ട് എയർ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ അത് താഴത്തേക്ക് താഴേക്ക് ആ ചൂട് കൂടുതൽ ഹോട്ട് എയർ എസ്കേപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഴ വന്നാൽ എങ്ങനെയായിരിക്കും സൗണ്ട്? മഴ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ തണുത്ത കാറ്റും. പിന്നെ മെയിന്റനൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം പലപ്പോഴും സ്റ്റീൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുമ്പോഴാണ് ആ സ്റ്റീല് ഒരുപക്ഷെ അതുപോലെ ബേർഡ്സ് വന്നിരുന്നു കഴിഞ്ഞാൽ അതൊരു മെയിൻ്റനൻസ്. ഇങ്ങനെ പല കാര്യങ്ങൾ വരും. കേടുവരാൻ സാധ്യതയുള്ള ഒന്നും ഇവിടെ ഇല്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ലെങ്ത് ഗട്ടറുണ്ട്. അത് നമുക്ക് ഇത്രയും വലിയൊരു പ്രൊജക്ട് എടുത്ത് ചെയ്തതിന് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക് 2 പേർക്കും. ഓക്കെ, ഇനിയും പാലക്കാട് ഇങ്ങനത്തെ പ്രൊജക്ട്സ് നിങ്ങൾ തന്നെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതൊക്കെ ഞങ്ങൾക്ക് വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും സംസാരിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു ഫോർ ഷെയറിംഗ്. അപ്പോ നമ്മള് ഈ നിൽക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ ഞാനിപ്പോ ഈ ചുറ്റും കണ്ടതിലും ഇതിന്റെ അകത്ത് നടന്നതും ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായെന്താ വെച്ചാൽ, ഇതൊരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കൺവെൻഷൻ സെന്ററിന്റെ യഥാർത്ഥ ഉദ്ദേശം അപ്പോഴാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇതൊരു കാടായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഇതിന്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ഇതിലിപ്പോ
ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നതിൽ ഇപ്പോ നമ്മുടെ എഞ്ചിനീയറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഓപ്പൺ ഓഡിറ്റോറിയം വിത്ത് റൂഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം തുറന്നതാണ്. ഇതിന് ചുറ്റും മതിലുകളില്ല, ഇതില് ജനലില്ല, ഇതില് പച്ചപ്പറമ്പുകളായിട്ടുള്ള എല്ലായിടത്തും പച്ചപ്പാണ്. ഈ മരങ്ങളൊക്കെ വളർന്നു വന്ന് ഇതിനൊരു വലിയൊരു വേറൊരു റൂഫ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ തന്നെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഈ കയറിലെല്ലാം കെട്ടിവെച്ചിരിക്കുന്ന ക്രീപ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതൊരു പച്ചപ്പും ഈ പറപ്പുകൾ കൊണ്ട് തന്നെ ഒരു വാൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ കണ്ടില്ല, ഇപ്പൊ ഓപ്പൺ സ്പേസ് ആണ്. എന്ത് പരിപാടി നടന്നാലും അതിന്റെ സൗണ്ട് മുഴുവനായിട്ട് എല്ലായിടത്തേക്കും എത്തും. ഒരു തടയുമില്ല. അക്കോസ്റ്റിക്സിന്റെ വേറൊരു ആവശ്യമില്ല. കാരണം തുറന്നു കിടക്കുക. പ്രകൃതി തരുന്ന അക്കോസ്റ്റിക്സ് ആണ് ഈ ഓഡിറ്റോറിയത്തിന്റെ അക്കോസ്റ്റിക്സ് സംഭവം എന്ന് പറയുന്നത് തന്നെ. ഇതിന് റൂഫിന്റെ കാര്യം പറഞ്ഞു. ഇതില് ഫാനുകളുടെ ഇത് കുറയ്ക്കാൻ വേണ്ടി ഒരു വലിയൊരു ജയന്റ് ഫാനാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട്, അല്ലെങ്കിൽ എല്ലാ ഓഡിറ്റോറിയത്തിലും ഈ കാറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സീലിംഗ് ഫാൻസ് തൂക്കിക്കടന്ന് അതിന്റെ ഒരു വൈകൃതം നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഒപ്പം തന്നെ ഇതിനെ മുഴുവൻ കവർ ചെയ്ത് ഒരു AC ഡക്റ്റ് വെച്ച് വേണമെങ്കിൽ ഒരു എയർ കണ്ടീഷണൽ ഹോളാക്കി മാറ്റാനുമുള്ള സാധ്യത ഇതിൽ ഓപ്പണായി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എഞ്ചിനീയർമാർ പറഞ്ഞത്. നമുക്കും അത് കാണാം. ഈ റൂഫിന്റെ ഓരോരോ പാനലിലും ഓരോ ഹുക്കുകൾ തൂക്കിയിട്ടുണ്ട്. ആ തൂക്കിയിട്ടതിൽ AC ഡക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു AC റൂമാക്കി കൺവേർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഈ മൊത്തം ഹാളിന്റെ നടുവിലാണ് എന്നുള്ളത്. പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും. സ്റ്റേജ് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഇതിൽ മൊത്തമായിട്ട് 800 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാളാണ്. മുന്നോട്ട് 500 പേർക്ക്, ബാക്കിൽ ഡൈനിങ് ഹാൾ ഏരിയ, അതിനൊരു 300 പേരും കൂടി ചേർത്തിട്ട് 800 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെന്ററാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം 2.5 ഏക്കർ സ്ഥലത്ത് 90 സെന്റിലാണ് ഈ 16,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ കൺവെൻഷൻ സെന്റർ നിൽക്കുന്നത്. ഡൈനിങ് ഏരിയ ഇവിടെയാണ് ഫുഡ് സെർവ് ചെയ്യുക. ഈ ഡൈനിങ് ഏരിയയുടെ ബാക്കിൽ തന്നെ ഇതിനൊരു കിച്ചൺ ഉണ്ട്. ഈ കിച്ചന്റെ ഈ അടുത്ത ഭാഗത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഹാൻഡ് വാഷ് ഫെസിലിറ്റീസ് ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ ലേഡീസിനും ജെന്റ്സിനും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വേറൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും വേറെ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വെട്ടുകല്ലാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലാം വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മതിലുകളും ചുമരുകളുമാണ്. വോള് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതൊരു ടെറാക്കോട്ട ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതില് വെയില് തടയുകയും ചെയ്യും, മഴവെള്ളം ഉള്ളിൽ വരികയില്ല എന്നുള്ള രീതിയിൽ പ്രോപ്പർ വെന്റിലേഷൻ, എയർ ഫ്ലോ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ കൺസീവ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ വാള് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം AC എന്നുള്ള ഒരു ഭീമൻ എന്താ പറയാ, പ്രകൃതിയെ നശിപ്പിക്കാൻ കെൽപ്പുള്ള AC എന്നുള്ള ഒരു വമ്പൻ സാധനത്തിനെ തടയാനുള്ള പല മെഷേഴ്സ് ആയിട്ട് കണ്ടിട്ടുള്ള ഓരോരോ സംവിധാനങ്ങളാണ്. അപ്പോ നമ്മുടെ ക്ലൗഡ് 7 കൺവെൻഷൻ സെന്റേഴ്സിന്റെ പിന്നിലുള്ള മെയിൻ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അരവിന്ദ്, ശരണ്യ, ഐശ്വര്യ. അരവിന്ദിന്റെ ചേച്ചിയാണ്, ശരണ്യ അരവിന്ദിന്റെ വൈഫാണ്. അരവിന്ദ് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ടാണ്. അവന് ഇങ്ങനത്തെ ഒരു വലിയ സംഭവം ഇവിടെ ചെയ്തു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം. എന്നാലും ഇത് എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞത്. അല്ല, 2019 നമ്മൾ ഇതിനെപ്പറ്റി ഒരു പ്ലാന് തുടങ്ങുന്നത്. പിന്നെ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. മാക്സിമം ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് മാക്സിമം നാച്ചുറൽ വെന്റിലേഷൻസ് ഒക്കെ കൊടുത്തിട്ട് AC എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോ ഇതിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ കോവിഡ് സമയത്ത് വരച്ചൊരു പ്ലാൻ ആയതുകൊണ്ട് അത്രയും ഈ പറഞ്ഞ മാതിരി ഒരു കോൺക്രീറ്റ് ജംഗിൾ നമുക്ക് ഇന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാനാണ്. 24/7 ഞങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ നാട്ടുകാർക്ക് ഇത് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കണോ എല്ലാവരുടെയും? കാരണം വളർന്ന സ്ഥലമാണ്, ഞങ്ങള് ജനിച്ചു വളർന്ന സ്ഥലമാണ്. ആക്ച്വലി 2019 നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ട് എക്കോ ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഇതിൽ വാർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കോൺക്രീറ്റിങ്ങും എല്ലാം ഉണ്ടായിരുന്നു.
പിന്നെ കോവിഡ് വന്നതിന് ശേഷമാണ് മനസ്സിലായത് എക്കോ ഫ്രണ്ട്ലി നമുക്കിത് നടക്കില്ല. പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടി നാച്ചുറൽ വെന്റിലേഷൻസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് മരങ്ങളെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് മാക്സിമം ഓപ്പൺ സ്പേസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുവന്നു. പക്ഷം കൊറോണ സമയത്ത് വരച്ചിട്ടുള്ള ഒരു പ്ലാനാണ്, ഒരു ഡിസൈനാണ്. അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഈ നാടിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിന് അവർക്കൊരു വലിയ ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഇങ്ങനൊരു പ്രൊജക്റ്റ് നമുക്ക് ഇനിയും ഉണ്ടാവട്ടെ. ഒരു നാടിന്റെ ആവശ്യമാണത്, നാട്ടുകാരുടെ ആവശ്യമാണ്, മനുഷ്യന്റെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള പ്രൊജക്ട്സുകൾ ഇനിയും വരിക എന്നുള്ളത്. എന്തായാലും അരവിന്ദ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. അതിൽ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ ഒരു പ്രൊജക്റ്റിന് എല്ലാവിധ ഭാവുകങ്ങളും ബെസ്റ്റ് വിഷസും നമ്മൾ പറയുകയാണ്. ഇനി അങ്ങോട്ട് ഒരു ശോഭനമായ ഒരു ഗ്രീൻ പ്രൊജക്റ്റ് ആയിട്ട് പാലക്കാടിന്റെ ഒരു മുഖമുദ്ര എന്നുള്ള നിലയ്ക്ക് തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.